മനോഹരമായ ഒരു ദിവസം കൂടി തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ജീവിക്കുന്നത് പോലെ ഒരു ഭാഗ്യം വേറെയില്ല. കർത്താവിൻ്റെ സുരക്ഷിതത്വത്തിൽ യാത്ര ചെയ്യുന്നതും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും പോലെയുള്ളൊരു സമാധാനം വേറെ ഒന്നുമില്ല. ഞാൻ കർത്താവിൻ്റെ കൈകളിലാണ്. കർത്താവ് എനിക്ക് തുണയാണ്. കർത്താവ് എന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ദൂതന്മാരെനിക്ക് കാവലുണ്ട്. എൻ്റെ വഴികളെയെല്ലാം കർത്താവ് വലുതും വിശാലവുമാക്കി മാറ്റും. എൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം കർത്താവ് നിറവേറ്റും. ഇങ്ങനെയുള്ള വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. നീതിമാൻ എപ്പോഴും ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. മറ്റുള്ളവർ ബുദ്ധിപരമായി ജീവിച്ച് കുഴയുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ച് ബലപ്പെടുകയാണ്. കാലേബിനെ പോലെ, യോശുവയെ പോലെ. ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് കരുതി വച്ചിട്ടുണ്ട്. അതൊരു ദിവസം എൻ്റെ കൈകളിൽ വരും. അതാണ് കാലേബിന് പറയാനുള്ളത്. ഞാൻ എത്ര നടക്കേണ്ടി വന്നാലും, ഞാൻ എത്ര അലയേണ്ടി വന്നാലും, ഒരു ദിവസം അതെൻ്റെ കൈകളിലെത്തും. അതെൻ്റെ അവകാശമായി മാറും. വാഗ്ദത്തം കേട്ടിട്ട് 40-ലധികം വർഷം കാലേബ് നടക്കേണ്ടി വന്നു. കാൽനടയായി മരുഭൂമിയിലൂടെ. കേട്ട വാഗ്ദത്തത്തിൻ്റെ ഒരംശം പോലും ലഭിച്ചില്ല. എന്നാൽ വാഗ്ദത്തം ലഭിച്ചപ്പോൾ തനിക്കും തൻ്റെ തലമുറകൾക്കും വേണ്ടവോളം ആസ്വദിക്കാനുള്ള വാഗ്ദത്തം തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി കൊടുത്തു. ഇതുപോലെ തന്നെയാണ് വാഗ്ദത്തങ്ങളിലേക്ക് നടക്കുക. നീതിമാൻ വിശ്വാസത്താൽ ചുവട് വയ്ക്കുക. പിന്മാറുന്നു എങ്കിൽ ദൈവത്തിന് അവനിൽ പ്രസാദമില്ലെന്നും എഴുതിയിരിക്കുന്നു. മുന്നോട്ട് പോവുക. വാഗ്ദത്തമുള്ളവൻ കാലേബിനെ പോലെ മുന്നോട്ട് പോവുക. ഒരു ദിവസം ആ അത്ഭുതം സംഭവിക്കും. വിശ്വാസം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. കാലേബിൻ്റെ കൂടെ അതേ പ്രായക്കാർ ആരും മുന്നോട്ട് പോകാനില്ല, യോശുവ ഒഴികെ. വിശ്വാസം വിളിച്ചു പറഞ്ഞ, വിശ്വാസത്താൽ ജീവിച്ച 2 പേരൊഴികെ എല്ലാവരും ആ പ്രായക്കാർ മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ വിശ്വാസത്താൽ ചുവട് വെച്ച കാലേബ് യോശുവയും ആ വാഗ്ദത്തത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി. ഇതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നമുക്കും ഒരുമിച്ച് കാണാൻ കർത്താവ് ഇടയാക്കട്ടെ. യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. You are filled with compassion and mercy and grace, with your banner of love over me. I am longing to see you one day face to face, and to be with you endlessly. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. You are bright as the sunrise and fairest of all. Unto you all the glory will be. You're the God of creation and Lord of my life, and we worship you faithfully. Lord, how lovely you are to me.
the holiest one. We will worship your excellency. We will give you the glory for things you have done, and be thankful eternally. Lord, how lovely you are to me. Lovely Lord, you are good to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. നമ്മളിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒടുവിലത്തെ അധ്യായത്തിലെ ഒടുവിലത്തെ ഭാഗങ്ങളിലെത്തി. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം 3 പ്രാവശ്യം ചോദിക്കുന്നു. എന്താണ്? യോഹന്നാൻ 21:15. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, എല്ലാവരും കേൾക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. 3 പ്രാവശ്യമാണ് യേശു കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമതും മൂന്നാമതും 15, 16, 17 വാക്യങ്ങളിൽ ഇത് കിടപ്പുണ്ട്. വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അവിടെയെല്ലാം ചോദിക്കുന്നത് ശീമോനെ, ശീമോനെ എന്നാണ് 3 പ്രാവശ്യം വിളിക്കുന്നത്. എന്നാൽ ഒരിക്കൽ ഇവൻ പത്രോസ് എന്ന് അറിയപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. കേഫ എന്ന് നിനക്ക് പേരാകും. എന്നാൽ ഒരു ദിവസം ആ യാത്രയിൽ യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ എത്തിയപ്പോൾ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ജനങ്ങൾ പറയുന്നത് പ്രവാചകനാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തു പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് പത്രോസ് എടുത്തു പറഞ്ഞപ്പോൾ, നീ പത്രോസാകുന്നു എന്ന് യേശു കർത്താവ് അവനെക്കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞു. ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. പത്രോസേ, നീ പാറയാകുന്നു, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ തെറ്റായ വ്യാഖ്യാനമല്ല. നീ പത്രോസാകുന്നു, നീ ഉറപ്പുള്ളവനായി മാറി, നീ കേഫയായി മാറി. ഈ വെളിപ്പാടാണ് നിന്നെ ഉറപ്പിച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് പിന്മാറ്റത്തിൽ പോയി. വീണ്ടും ഇതാ ശീമോൻ എന്ന അളവിലേക്ക് അവൻ വീണ്ടും തരം താണുപോയി. യേശു വീണ്ടും അവനെ വിളിക്കുകയാണ്, ശീമോനെ, ഒന്നേ എന്ന് തുടങ്ങുകയാണ്. ഇതുപോലെ പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. ശീമോനിൽ ആരംഭിച്ച് പത്രോസിൽ എത്തിയിട്ട് ഇപ്പോഴിതാ വീണ്ടും അവൻ ശീമോനിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. ആടുന്നവനായി, ജീവിതത്തിൽ സ്ഥിരതയില്ലാത്തവനായി, മടുപ്പുള്ളവനായി, ഭയമുള്ളവനായി, തള്ളിപ്പറയുന്നവനായി ഒക്കെ സാധാരണ മനുഷ്യനെ പോലെ വീണ്ടും അവനായി മാറി. യേശുവിൽ നിന്ന് വളരെ ദൂരെ അവൻ പോയി. വീണ്ടും യേശു അവനോട് 3 പ്രാവശ്യം ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതായത് എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഉറപ്പുള്ള വ്യക്തികളായി മാറാൻ കഴിയൂ. എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പത്രോസായി മാറാൻ കഴിയൂ. എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ
ശക്തരായി മാറാൻ കഴിയൂ. എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വാഗ്ദത്തങ്ങളിലൂടെ നടക്കാൻ കഴിയൂ. എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വലുതും വിശാലമായ വഴിയിലൂടെ സഞ്ചരിച്ച് ജയം കാണാൻ കഴിയൂ. അപ്പോൾ സ്നേഹം എന്നുള്ള ഒരു വലിയ അടിസ്ഥാനപരമായ സത്യത്തിലേക്കാണ് ശീമോനെ കർത്താവ് വീണ്ടും കൊണ്ടുവരുന്നത്. 3 പ്രാവശ്യം ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ. അടുത്തതിലും യോഹന്നാൻ്റെ മകനായ ശീമോനെ, വീണ്ടും യോഹന്നാൻ്റെ മകനായ ശീമോനെ, ഇവരിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. ഇത് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞു. അതായത് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ കഴിയൂ. ദൈവത്തെ അറിയുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജീവിതത്തിൽ നാം എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇടക്ക് ശീമോനാണ്, ഇടക്ക് പത്രോസാണ്, ഇടക്ക് ശീമോനാണ്, ഇടക്ക് പത്രോസാണ്. ഇടക്ക് ഭയങ്കര വെളിപ്പാടിലോട്ടൊക്കെ വരും, ഇടക്ക് ആടി ഉലഞ്ഞ് പഴയതിനേക്കാൾ കഷ്ടമായിട്ടൊക്കെ പോകും. മടുപ്പും തളർച്ചകളെല്ലാം വരും. കാരണം നമ്മൾ മനുഷ്യരാണ്. പത്രോസിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠം, കർത്താവ് അവനെ പഠിപ്പിക്കുകയാണ്, നീ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, മറ്റുള്ളവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിനക്ക് തന്നെ ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും. യേശു അവനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുന്നില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും എന്ന് പറഞ്ഞ കാര്യമൊക്കെ സംഭവിച്ചു. പെന്തക്കോസ്ത് നാളിൽ അദ്ദേഹം വാസ്തവമായിട്ടൊരു പത്രോസായിട്ട് എഴുന്നേറ്റ് നിന്നു. ശീമോനല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം ഭൂമിയിൽ കെട്ടുകയായിരുന്നു. സഭയുടെ കെട്ടുപണി തുടങ്ങി. അടുത്തത് ജാതികളുടെ ഇടയിൽ ഒരു തടസ്സമുണ്ടായിരുന്നു, അതങ്ങോട്ട് അഴിച്ചു മാറ്റി, ഭൂമിയിൽ അഴിച്ചു. കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് ഇതാ സുവിശേഷം അതിൻ്റെ തടസ്സങ്ങൾ അഴിച്ച് പത്രോസ് ജാതികൾക്ക് വേണ്ടിയുള്ള വാതിലിനെ റിബൺ മുറിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പുതിയ ഒരു വാതിൽ തുറക്കുകയാണ്. അങ്ങനെയാണ് ജാതികളായി നമ്മൾ ദൈവമക്കളായത്. യേശു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. ജാതികൾ നായ്ക്കളായിട്ടാണ് ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ദൈവം തന്നെ മോശയോട് പറഞ്ഞു, അമ്മോന്യരെയും മോവാബിരെയും ഫെലിസ്തീനെയും എല്ലാത്തിനെയും തുടച്ചു മാറ്റി ഞാൻ എൻ്റെ ജനത്തിന് ആ സ്ഥലം കൊടുക്കും. അന്ന് ജാതികൾ എന്ന ഒറ്റ വാക്കിലാണ് അബ്രഹാമിൻ്റെ മക്കളല്ലാത്ത എല്ലാവരെയും വിളിച്ചിരുന്നത്. അതെത്ര വലിയ മനുഷ്യരുണ്ടെങ്കിലും, എത്ര നല്ല മനുഷ്യരുണ്ടെങ്കിലും, കൊർന്നല്യോസ് ഉൾപ്പെടെ ആ ജാതികളിൽപ്പെട്ടതായിരുന്നു. എന്നാൽ പത്രോസിലൂടെയാണ് ആ വാതിൽ തുറന്നത്. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെടും. അങ്ങനെ പത്രോസിനെ ജാതികൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെല്ലുന്നതും, ആദ്യം കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെല്ലാൻ ആ ദർശനത്തിൽ പത്രോസ് പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ വലിയ പാത്രത്തിലെ ഭൂമിയിലുള്ള സകല ജീവികളും അറുത്ത് തിന്നാൻ ആ കാഴ്ചയിൽ ദൈവം പറയുമ്പോൾ, ഇല്ല കർത്താവേ, അതെനിക്ക് അശുദ്ധമാണ്, അറപ്പാണ്. കർത്താവ് പറഞ്ഞു, എടാ അറക്ക്. അപ്പോൾ പത്രോസ്, കർത്താവേ അറപ്പ, നിന്നോടല്ലേ പറഞ്ഞു അറുക്ക്. അത് 3 പ്രാവശ്യമായിട്ടേ ഉണ്ടായി. പിന്നെ ആ പാത്രം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ പത്രോസിന് മനസ്സിലായി, സ്വർഗത്തിൽ നിന്ന് ഈ പാത്രം വന്നു, സ്വർഗത്തിലോട്ട് തന്നെ എടുക്കപ്പെട്ടു. അപ്പം മൃഗതുല്യമായ ജീവികൾ, ഭൂമിയിലുള്ള സകല തരത്തിലുള്ള നാൽക്കാലികൾ, ഇഴജാതികൾ, ഇതായിരുന്നു ജാതികളെ കുറിച്ചുള്ള ചിത്രം. ഇഴജാതിക്കും മൃഗത്തിനും കാട്ടുമൃഗത്തിനും തുല്യമായ
ജാതികളെ അവർക്ക് വേണ്ടി ഒരു ഉപകരണമാകാൻ ഇതാ ശീമോനെ ദൈവം ഒരു പത്രോസാക്കി മാറ്റിയിട്ട് കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് ഉറപ്പുള്ളവനാക്കി അയക്കുകയാണ്. ആ വിഷയത്തിൽ അവൻ ആടുകയായിരുന്നു, എന്നാൽ ഒരു ദർശനത്തിൽ അവനെ ഉറപ്പുള്ളവനാക്കി മാറ്റി. അഭിഷേകത്തിൽ അവനെ പത്രോസാക്കി മാറ്റി. ദൈവിക വചന വെളിപ്പാടുകളിൽ നിറഞ്ഞ് അവൻ മുന്നോട്ട് പോയി. അവൻ ആടുന്നവനല്ല, ഇപ്പോൾ ഉറപ്പുള്ളവനായി മാറി. അപ്പോൾ ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഒരാൾ വരുമ്പോഴാണ് ആ വ്യക്തി ഉറപ്പുള്ള, കുലുങ്ങാത്ത ഒരു വ്യക്തിയാകുന്നത്. പലരും ചർച്ചിൽ വരും, ആ സാമ്പത്തിക വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനായിട്ടും ഒക്കെ കർത്താവിൻ്റെ അടുക്കൽ വരും. എന്നാൽ കർത്താവിൻ്റെ സമ്പത്താണ് അവരുടെ എല്ലാം മനസ്സിൽ വരുന്ന ചിത്രം. കർത്താവ്, എനിക്ക് കുറച്ച് പൈസ വേണം, എൻ്റെ കടങ്ങൾ മാറണം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടക്കണം. എന്നാൽ കർത്താവേ, നീ എൻ്റെ എല്ലാമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചോദിക്കാതെ തരുന്ന കുറേ നന്മകളുണ്ട്. മകനായി മാറുന്നതും മക്കളായി മാറുന്ന ആ ശ്രേഷ്ഠമായ വെളിപ്പാട്. ദൈവമക്കളായ പലർക്കും താൻ ദൈവ മക്കളാണ്, മകനാണ്, മകളാണെന്നുള്ള ബോധ്യത്തിലല്ല പ്രാർത്ഥനയിൽ പോലും കർത്താവെ അത് തരുമോ? മക്കളെങ്കിൽ നാം അവകാശികളാണെന്ന് പറയുന്നു. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ മറ്റെല്ലാവരേക്കാൾ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് അത്ഭുതകരമായ മറുപടിയും ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവരുമായി ഞാനും നിങ്ങളും തീരും. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ, ശക്തിയിൽ, സാന്നിധ്യത്തിൽ, നിറവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ ബലം അമിത ബലമെന്നാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ കാണുന്നത്. അമിത ബലം. ആ ബലം കൊണ്ട് മാറ്റിമറിക്കേണ്ടതെല്ലാം കർത്താവ് മാറ്റിമറിക്കും. സ്നേഹത്തിൻ്റെ ആഴം ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് അധികമായി തീരുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, അങ്ങുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിപ്പാൻ ശീമോനെ കൂടുതൽ സ്നേഹത്തിലേക്ക് അങ്ങ് വിളിച്ചു കൊണ്ടുപോയതുപോലെ ഞങ്ങളെയും കൂടുതൽ ദൈവ സ്നേഹത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണമേ. കർത്താവിന് ഞങ്ങളെ ഒറ്റയ്ക്ക് ആവശ്യമാണ്. കർത്താവിന് ഞങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണല്ലോ. യേശുവേ, അങ്ങ് ഇമ്മാനുവേലാണല്ലോ, ഞങ്ങളോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നല്ലോ. ഈ ദിവസങ്ങൾ കൂടുതൽ സമയം അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കുന്ന, അങ്ങേ സ്നേഹിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണം. അതിന് വേണ്ട ദൈവിക വചന വെളിപ്പാടുകളും ദൈവകൃപയും ഞങ്ങൾ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവിക രോഗ സൗഖ്യങ്ങൾ നടക്കട്ടെ. എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാറട്ടെ. എല്ലാ മാനസിക ടെൻഷനുകളും ഇവരെ വിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായ വെല്ലുവിളികളെ നേരിടുന്നവർ അതിൽ ജയാളികളായി അനുഗ്രഹീതരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബ പ്രശ്നങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കണം. അത്ഭുതങ്ങൾ നടക്കണം. വലുത് സഫലമായ വാതിലുകളെ തുറക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നാം ഉറപ്പുള്ളവരും വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവരുമായി മാറും. അതിനായി നമ്മെ സമർപ്പിച്ച് ഒരു പുതിയ തുടക്കം കുറിക്കാം. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണാം. പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച്. താല്പര്യമുള്ള എല്ലാവരും തന്നെ കടന്നു വരണം. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.